ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? നമുക്കൊരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ? റൈസിന് വേണ്ടി ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് എടുത്തിട്ട് ഞാനൊരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിലിട്ട് ഒരു 80% ഒക്കെ വേവിച്ചെടുത്തു. എന്നിട്ടത് വെന്തതിന് ശേഷം ഒരു 80% വെന്തതിന് ശേഷം ഞാനത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് 2 പാത്രത്തിലേക്കാക്കി ഞാൻ തണുക്കാൻ വെച്ചു. കുറച്ച് നേരം ഞാൻ പുറത്ത് വെച്ചു. എന്നിട്ടൊരു 1 അവറിനോളം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ റൈസിനോടൊപ്പം ചേർക്കാനുള്ള ബീൻസ്, ഒനിയൻ ലീഫ്, ക്യാബേജ്, ചെറിയൊരു ക്യാരറ്റ്, ക്യാപ്സിക്കം, 2 കഷ്ണം ഗാർലിക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സോട്ട് ചെയ്തിടുന്നതിന് മുമ്പ് ഞാൻ 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് റൈസിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം ഞാൻ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ ഞാൻ ചെയ്യട്ടെ. ഹൈ ഫ്ലെയിമിൽ ഞാൻ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ സോയാ സോസ് ചേർത്തു, കുറച്ച് ഉപ്പ് ചേർത്തു, ഒരു നുള്ള് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. എഗ്ഗ് ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തു. അതിനോടൊപ്പം നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്തു. അതിലേക്ക് ഞാൻ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും വലിയ കടായിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അതിവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഈ റൈസ് പൊടിഞ്ഞു പോവാതെ തന്നെ വേണം ഇളക്കാൻ. അപ്പോൾ ഇളക്കുമ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറി അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും കൂടെ കൂട്ടി ഞങ്ങൾ ചൂടോടെ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.